പക്ഷെ അത് ഞാനൊരിക്കലും ചെയ്തില്ല. ആരും ഇതുവരെ അങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടില്ല. പക്ഷെ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ജോലിയല്ല എന്ത് പോയാലും വേണ്ടില്ല. അത്ര വില ക്രൂര മുൻസിഫ് എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന പദമാണല്ലോ, ഒരു അറബി പദം കൂടിയാണ്. ഒരാള് ഒരു ബ്രദറെ കുത്തിക്കൊന്ന കേസാണ് വരുത്താൻ. അവന്റെ കഥ പറയാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോയുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കൂടിക്കാഴ്ച പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളുടെ കൂടെയുള്ളത് റിട്ടയർഡ് ജില്ലാ ജഡ്ജി അലി മുഹമ്മദ് തയ്യൽ അവർകളാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷമായ തൂണുകളിലൊന്ന് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ദീർഘകാലം ജുഡീഷ്യറി സർവീസിൽ മുൻസിഫ്, സബ് ജഡ്ജ്, ജില്ലാ ജഡ്ജ് തലങ്ങളിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ അനുഭവ പരിചയം ഉള്ള അദ്ദേഹം നമ്മളുമായി കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കും. സർ, പീസ് റേഡിയോയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. സാറ് മുൻസിഫ് ജഡ്ജായി, വക്കീലായി തിരൂരിലും മണ്ണാർക്കാടും ഒറ്റപ്പാലത്തൊക്കെ പ്രവർത്തിക്കുന്നതിനിടയിലാണല്ലോ മുൻസിഫ് ജഡ്ജായി മാറുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ നേരിട്ടുള്ള നിയമനമായിരുന്നോ അതോ ഇന്നത്തെ പോലെ ഒരു പരീക്ഷാ സംവിധാനത്തിലൂടെ ആയിരുന്നോ? എങ്ങനെയായിരുന്നു മുൻസിഫ് ജഡ്ജായി മാറുന്നത്? പരീക്ഷ നടന്നിട്ട് തന്നെ ആയിരുന്നു. പക്ഷെ അതുവരെ ഞങ്ങളുടെ ബാച്ച് വരെ PSC ആയിരുന്നു ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ പരീക്ഷ നടത്തി തിരഞ്ഞെടുത്തിരുന്നത്. ഞങ്ങളുടെ ബാച്ച് മുതലാണ് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് ഞങ്ങൾ ജഡ്ജസിനെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത്. ആ നിലയിൽ ഞങ്ങളുടെ ബാച്ചാണ് ഫസ്റ്റ് ബാച്ച് ആ കാര്യത്തിൽ. അപ്പോൾ ഹൈക്കോടതിയാണ് പരീക്ഷ നടത്തുകയും ഇൻ്റർവ്യൂ നടത്തുകയും ഒക്കെ ചെയ്ത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി ജഡ്ജസ് തന്നെയാണ് അതിന് പ്രത്യേക സംവിധാനം ഇന്റർവ്യൂ നടത്തുന്നത്. ഇല്ല, ഹൈക്കോടതി അതിൻ്റെതായ ഒരു വിങ് ഉണ്ട്. ഹൈക്കോടതി ജഡ്ജസാണ് ഞങ്ങളെ ഇന്റർവ്യൂ നടത്തുന്നത്, പരീക്ഷ നടത്തുന്നത് ഒക്കെ അവർ തന്നെയാണ്. അതിൻ്റെ എല്ലാ കൺട്രോളും അവരിൽ തന്നെയാണ്. അങ്ങനെ വന്ന ആദ്യത്തെ ബാച്ചാണ് ഞങ്ങളുടെ ബാച്ച്. അന്ന് എത്രാം റാങ്ക് ആയിരുന്നു ഒന്ന് ഓർമ്മ ഉണ്ടോ? എനിക്ക് 25ാമത്തെ 60-ൽ ചില്ലാൻ ആൾക്കാരാണ് 25ാമത്തെ ആളായിട്ടാണ് കയറുന്നത്. ഇന്റർവ്യൂ ബോർഡിൽ ആരായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഓർമ്മ ഉണ്ടോ? ഇന്റർവ്യൂ ബോർഡിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് മലിമത്ത് സാറുണ്ടായിരുന്നു, ജസ്റ്റിസ് സുകുമാരൻ സാറുണ്ടായിരുന്നു, ജസ്റ്റിസ് ഫാത്തിമ ബീവി ഉണ്ടായിരുന്നു, പിന്നെ ജസ്റ്റിസ് വേറെ ഒരു ജഡ്ജും. പ്രഗത്ഭരായ ആളുകളാണ് അന്ന് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഹൈക്കോടതി ജഡ്ജിമാരായിരുന്നു. ഈ മുൻസിഫ് എന്നുള്ളതാണോ ജഡ്ജിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തെ പദവി? സിവിൽ സൈഡിൽ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ക്രിമിനൽ സൈഡില് മജിസ്ട്രേറ്റ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ആദ്യം സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ എടുത്ത ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നാണ് ഒരു ക്രിമിനൽ കോടതിയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. സിവിൽ കേസുകൾ പരിഗണിക്കുന്ന ആദ്യത്തിലാണ് മുൻസിഫ്. ഇപ്പോൾ സിവിൽ ജഡ്ജി ജൂനിയർ എന്നൊക്കെയാണ് പറയുക. സബ് ജഡ്ജി ആകുമ്പോൾ സിവിൽ ജഡ്ജി സീനിയർ, പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജി. മുൻസിഫ് എന്നുള്ള പ്രയോഗപ്പല്ല ഉണ്ട്, ഇങ്ങനെയും പറയുന്നുണ്ട്. പുതിയ ഡെസിഗ്നേഷനുകൾ അങ്ങനെ കാണുന്നു. മുൻസിഫ് എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന പദമാണല്ലോ, ഒരു അറബി പദം കൂടിയാണ്. ഇൻസാഫിന്റെ നിഷ്പക്ഷത, നിഷ്പക്ഷനായ നീതി. ശരിയാണ്. ഉറുദു ആ തലത്തിൽ അങ്ങനെ വന്നതായി പലതും നിയമ ഈ ഫീൽഡിലുള്ള പല വാക്കുകൾ അറബി വാക്കുകൾ. വക്കീല്, വക്കാലത്ത്, വസിയത്ത്, കുറേ ഉണ്ട്, ഒരുപാട് പദങ്ങളുണ്ട്. ആദ്യത്തെ നിയമനം എവിടെയായിരുന്നു? അത് ഞാൻ നാദാപുരം മുൻസിഫായിട്ടാണ്. മുൻസിഫ് കോടതി അല്ലേ? അവിടുത്തെ അനുഭവങ്ങൾ എന്തായിരുന്നു? ആദ്യത്തെ ദിവസം ഓർത്തെടുക്കാൻ കഴിയും? ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ ക്രിമിനൽ സൈഡിലായിരുന്നു പ്രാക്ടീസ്. എൻ്റെ സീനിയർ ക്രിമിനൽ വക്കീലായിരുന്നു. വക്കീല്, പിന്നെ അഹമ്മദ് വക്കീലൊക്കെ. അപ്പോൾ സിവിൽ കോടതിയിൽ അങ്ങനെ കാര്യമായിട്ട് പോകാറില്ലായിരുന്നു. ക്രിമിനൽ കേസിലായിരുന്നു മുഴുവൻ കൈകാര്യം. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് തിരൂരിൽ നിന്ന് ഇൻ്റർവ്യൂവിന് പോയത്, തിരൂർ ബാറിൽ നിന്ന്. 2 പേരും സിവിൽ സൈഡിലുള്ള വലിയ, ഞാൻ മാത്രം ക്രിമിനൽ സൈഡിൽ. പക്ഷെ എന്തോ അതിൻ്റെ തീരുമാനം
എനിക്കാണ് സെലക്ഷൻ കിട്ടിയത് 3 നാൾ പോയിട്ട് മുൻസിഫായിട്ട്, മജിസ്ട്രേറ്റ് ആയിട്ടല്ല മുൻസിഫായിട്ട് സിവിൽ സൈഡിൽ. പക്ഷേ എങ്കിലും എനിക്ക് സിവിൽ സൈഡിൽ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു ഭയം ഉണ്ടായിരുന്നു. നമ്മൾ സിവിൽ സൈഡ് അങ്ങനെ പോയില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു ധൈര്യം എടുത്ത് തവക്കലത്ത് അലല്ലാതാണ്ട് പോയി. എനിക്കറിയാം ഇന്ന് 11 മണിക്ക് തുടങ്ങിയാൽ 5 മണിയാവും. അതിൻ്റെ ഇടയിൽ ഞാൻ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടോ ആ ഒരു രീതിയിലാണ് പോയത്. പക്ഷേ പിന്നെ ദിവസങ്ങൾ കൊണ്ട് നമ്മളതൊക്കെ പഠിച്ച ഒരു ജഡ്ജി ആയാലും അയാളൊരു 6 മാസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ പഠിക്കുന്നത് വലിയൊരു വക്കീൽ പഠിക്കുന്നത്ര പഠിക്കേണ്ടി വരും. കാരണം അത്ര നമുക്ക് പഠിച്ച നിർവാഹമുള്ളൂ. വക്കീലന്മാർക്ക് പഠിച്ച് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയൊരു സിവിൽ ലോയറായി മാറും മുൻസിഫാകുമ്പോൾ തന്നെ. ഒരു മുൻസിഫ് ജഡ്ജി നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചുരുക്കി പറയാം എന്തായിരിക്കും? മുൻസിഫ് ജഡ്ജി എന്ന് പറഞ്ഞാൽ ജൂറിസ്ഡിക്ഷനിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക എമൗണ്ട് വരെ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇപ്പോൾ ഇത്ര രൂപ വരെയുള്ള കേസുകൾ. പെനാൽറ്റി അല്ല, വർത്ത് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ വർത്ത്. ഇത്ര രൂപ വരെ വിലയുള്ള പ്രോപ്പർട്ടിയുടെ കേസൊക്കെയാണ് ഇങ്ങനെ മുൻസിഫിന്. അത് കഴിഞ്ഞാൽ ഏകദേശം ഇന്നത്തെ തുക പറഞ്ഞാൽ തുക ഇങ്ങനെ മാറുമല്ലോ കാലഘട്ടം. അപ്പം എന്താ നിനക്കെല്ലാം നോക്കിയിട്ട് വേണം. പിന്നെ അത് കഴിഞ്ഞാൽ സബ്ജഡ്ജിന് അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. പിന്നെ സിവിൽ സൈഡിൽ മുൻസിഫ്, അതിനുശേഷം പിന്നത്തെ സബ്ജഡ്ജി, പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജി. അപ്പോൾ മുൻസിഫിന്റെ മുന്നിലേക്ക് ഇപ്പോൾ ഈ വർത്തിന് മുകളിലുള്ള കേസ് വരുമല്ലോ, വക്കീൽമാർ സബ്മിറ്റ് ചെയ്യുമല്ലോ. തെറ്റായ ഒരു ഇതായതുകൊണ്ട് അവര് പറയും ഇത് മുൻസിഫിലല്ല ജഡ്ജിലേക്ക് പോകേണ്ടി. മറ്റേ സൈഡ് ഒരു വക്കീലിന്റെ ആവശ്യം എന്താ ഒരു സാധാരണക്കാരന്? വക്കീലിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ വ്യവഹാരികളായ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുമല്ലോ. നമ്മളെ വിഷയം, ഇപ്പം എനിക്കൊരു വിഷയമുണ്ട്, ഇപ്പം എൻ്റെ വീട്ടിലൊരു സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കം. അപ്പം അതിന്റെ നിയമം എനിക്കറിയില്ലാണ്ടെങ്കിലും അത് ഒരാളുടെ മുമ്പിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്കറിയാം. അങ്ങനെ ഫാക്ട് അറിയാം. അപ്പൊ ഈ ഫാക്ട്സ് അറിഞ്ഞ ഒരാൾക്ക് നേരിട്ട് വന്ന് ഒരു കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഇത് പറ്റും, പക്ഷെ കുറച്ചും കൂടി നിയമം അറിഞ്ഞാൽ കുറേയൊക്കെ പറ്റും. കാരണം വെച്ചാൽ ഇതിന് ചില പ്രൊസീജിയറുണ്ട്. നമ്മളെ പോയിട്ട് ഫാക്സ് പറഞ്ഞാൽ ആണ് നമ്മളിപ്പോൾ എനിക്ക് ഇന്ന പ്രോപ്പർട്ടീൻ്റെ ഇന്ന കാര്യമുണ്ടെന്ന് ഒരാളോട് നമ്മൾ പോയി പറഞ്ഞ മാതിരിയല്ലല്ലോ. നിയമപരമായിട്ടായിരിക്കും ആ പറച്ചിൽ വേണ്ടത്. അപ്പോൾ അതിന് പ്രൊസീജിയറുണ്ട്. അന്യായം ബോധിപ്പിക്കണം, അന്യായം ഇങ്ങനെ ഇന്ന രീതിയിലാണെന്നുള്ള നിയമം പറയുന്നുണ്ട്. അതിൽ ഇന്ന വകുപ്പായി ആധാരത്തിന് പോലെ മാത്രം പോരാ, അതിൻ്റെ സെക്ഷൻ്റെ ചട്ടപ്രകാരം ആയിരിക്കണം. സിവിൽ പ്രൊസീജിയർ കൂടെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ പഠിക്കണം നമ്മൾ. കോടതിയിൽ ഒരു പത്രിക ബോധിപ്പിക്കുമ്പോൾ അതിന് പത്രിക എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞാൽ എന്നതാണ് പ്രൊസീജിയർ. ഇതൊക്കെ അറിഞ്ഞാൽ, ഫാക്ട്സ് അറിഞ്ഞാൽ അതൊക്കെ ഇതും കൂടെ അറിയണം. അതുകൊണ്ടാണ് നമ്മൾ വക്കീൽമാരെ അവിടെയാണ് ഒരു വക്കീലിന്റെ ആവശ്യം വരുന്നത്. പിന്നീട് നാദാപുരത്തിന് ശേഷം പിന്നെ ഞാൻ അവിടുന്ന് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫറായി. അതൊക്കെ മുൻസിഫായിട്ട് എത്ര വർഷം മുൻസിഫ് കോർട്ടിൽ തുടർന്നു? നാദാപുരം, പിന്നെ കോഴിക്കോട്, പിന്നെ തലശ്ശേരി 1 വർഷം മുൻസിഫ്, പിന്നെ മജിസ്ട്രേറ്റ്, അവിടെ തന്നെ മജിസ്ട്രേറ്റ് ആയിട്ട്. മുൻസിഫ് കഴിഞ്ഞാൽ പിന്നെ മജിസ്ട്രേറ്റ് അല്ല, പ്രൊമോഷൻ അല്ല, രണ്ടും പാരലായിട്ടാണ്. ക്രിമിനൽ സൈഡ് ആകുമ്പോൾ മജിസ്ട്രേറ്റ്. അത് മുൻസിഫ് മജിസ്ട്രേറ്റ് എന്നാ ശരിക്കും പറയാം. മുൻസിഫിനെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റ് ആകും. ആള് മാറൂല, പക്ഷേ പദവി കേൾക്കുന്ന കേസുകളുടെ രീതിയും മാറും. താങ്കൾ പിന്നെ മുനിസിപ്പൽ നിന്ന് മജിസ്ട്രേറ്റിലേക്ക് മാറി പ്രൊമോഷൻ അല്ല, മാറി. പിന്നെ മജിസ്ട്രേറ്റായി, പിന്നെ സബ് ജഡ്ജിയായി. സബ് ജഡ്ജിയാണ് പ്രൊമോഷൻ. മുൻസിഫിന്റെ പ്രൊമോഷൻ സബ് ജഡ്ജിയാണ്. ജില്ലാ ജഡ്ജിന്റെ കാറ്റഗറിയിലേക്കാണ്. അല്ല, അത് പിന്നെ മൂന്നാമത്തത് സബ് ജഡ്ജും ജില്ലാ കാറ്റഗറി അല്ല. സബ് ജഡ്ജി കഴിഞ്ഞാലാണ് ജില്ലാ ജഡ്ജി. സബ് ജഡ്ജിയുടെ ഒരു അധികാരപരിധി എവിടെ വരെ, എത്ര ആയിരിക്കും ഒരു ജില്ലയുടെ അധികാരപരിധി? ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അധികാരപരിധി നിർണയിച്ചിട്ടുണ്ട്. നമുക്കൊരു റവന്യൂ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. താലൂക്ക്, 2 താലൂക്ക് അങ്ങനല്ല, അങ്ങനെ അത് ഹൈക്കോടതിയാണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത്? അത് CPC പറയുന്നുണ്ട് അതിന്റെ. അതിനനുസരിച്ചാണ് സബ് ജഡ്ജി. സബ് ജഡ്ജിക്ക് പിന്നെ പണത്തിന്റെ വാല്യൂ അനുസരിച്ചുള്ളതില്ല, അൺലിമിറ്റഡ് ആണ്. അത് കഴിഞ്ഞാൽ എത്ര വർഷം സബ് ജഡ്ജിയായിട്ട് ഞാൻ അധികം ഇരുന്നിട്ടില്ല എന്നാ പറയുന്നത്. സബ് ജഡ്ജിയായിട്ട് ഞാൻ 1-2 സ്റ്റേഷനിലേ ഇരുന്നിട്ടുള്ളൂ.
ആലപ്പുഴ വർക്ക് ചെയ്യേണ്ടി വന്നില്ല. വെക്കേഷൻ കാലഘട്ടത്താണ് പോസ്റ്റിങ്. വെക്കേഷൻ തീർന്നതോടുകൂടി തിരുവനന്തപുരം സബ് ജഡ്ജിയായി. തിരുവനന്തപുരം ഞാനൊരു 3 വർഷം ഇരുന്ന്, പിന്നെ പത്തനംതിട്ട ഒന്നിച്ചില്ലാ വർഷം, ഒരു 4-5 വർഷം ഏകദേശം സബ് ജഡ്ജി ആയിട്ടുണ്ടാവും. കോടതി വെക്കേഷന് പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ വെക്കേഷൻ തന്നെ എത്ര എങ്ങനെയാണ് ഒരു വർഷത്തിൽ എങ്ങനെയാണ് കോടതിക്കുള്ളത്? കോടതി സാധാരണ ഏപ്രിലിൽ ഒരു 35-40 ദിവസത്തോളം ഉണ്ടാവും. ഇപ്പം അതും കുറച്ചുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമ്മർ വെക്കേഷൻ അത് പിന്നെ സിവിൽ സൈഡിലേ ഉള്ളൂ വെക്കേഷൻ അന്ന്. സബ് ജഡ്ജി, മുനിസിപ്പൽ ഡിസ്ട്രിക്ട്. അതല്ലാതെ ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ അങ്ങനെ ഉണ്ടോ? ഓണം വെക്കേഷൻ ഉണ്ട്, ക്രിസ്മസ് വെക്കേഷൻ ഉണ്ട്. എത്ര ദിവസം ഉണ്ട്? അത് സാധാരണ കുട്ടികൾ കൊടുക്കുന്ന തന്നെ. എത്ര ഉണ്ട്? ക്രിമിനൽ സൈഡിലില്ല, മജിസ്ട്രേറ്റ്മാർക്കോ CJM ഒന്നും കിട്ടില്ല. എന്താ ക്രിമിനൽ കോടതി എപ്പോഴും പ്രവർത്തിക്കേണ്ടതാണെന്നുള്ളതാണ് കുറച്ചും കൂടി രാജ്യത്തിന്റെ പ്രതികളൊക്കെ കൊണ്ടുവരും, അതിനൊക്കെ ആള് വേണ്ട. ആ സംഗതികൾ നടക്കണം എന്നുള്ളത്. സിവില് പിന്നെ കുറച്ച് മാറ്റി കുഴപ്പമൊന്നുമില്ല. സിവിൽ സൈഡിൽ മുൻസിപ്പൽമാർക്കൊക്കെയാണ് കിട്ടുള്ളൂ. പിന്നെ അത് മറ്റവർക്ക് അതിന്റെ ലീവ് വേറെ കിട്ടും. മറ്റേത് ലീവൊക്കെ ആയിട്ട് എടുക്കും. ഇത് ഇവർക്ക് ഉണ്ടാവില്ല. വെക്കേഷനുള്ളവർക്ക് അത് ഉണ്ടാവില്ല. നോൺ വെക്കേഷൻ സ്റ്റാഫാണ്. ജില്ലാ ജഡ്ജിയായി ആദ്യം വരുന്നത് എവിടെയാണ്? ജില്ലാ ജഡ്ജിയായി വരുന്നത് ഞാൻ ആദ്യം വഖഫ് ട്രൈബ്യൂണലിലാണ്, എൻ്റെ കോഴിക്കോട്. വഖഫിലേക്ക് വരാൻ നിങ്ങൾ പ്രത്യേകം താല്പര്യം കാണിച്ചുകൊണ്ടാണോ അതോ അങ്ങനെ നിയമിക്കപ്പെട്ടതാണ്? നിയമിക്കപ്പെട്ടതന്നെ. പൊതുവെ അലി മുഹമ്മദ് സാറ് കുറച്ചും കൂടെ ഒക്കെ ഒരു വഖഫിനോട് താല്പര്യമുള്ളതായിരിക്കും ഹൈക്കോടതി ജഡ്ജിമാര് ഹൈക്കോടതി തീരുമാനിച്ചത്. എന്താണ് ആ പരിഗണന, കൺസിഡറേഷൻ എന്തായാലും നമുക്കറിയില്ല. കോഴിക്കോടാണ് വരുന്നത്. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഇരിക്കുമ്പോഴുള്ള മുസ്ലിം കേസുകളും മുസ്ലിം സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ, പള്ളികളുടെ തർക്കങ്ങളൊക്കെ അവിടെ വരുന്ന കേസ്. പിന്നെ അത് മാത്രമല്ല, അവിടെ മറ്റു കേസുകളും മേക്ക് ഓവർ ചെയ്യും. മറ്റു കോടതി, ഇപ്പോൾ ഡിസ്ട്രിക്ട് കോടതിയിലൊക്കെ കേസ് അധികമുള്ള സ്ഥിതിക്ക് ഞാൻ വഖഫ് ട്രൈബ്യൂണലിലായിരിക്കുമ്പോൾ വഖഫ് കേസുകൾ മാത്രമല്ല, ക്രിമിനൽ അപ്പീലുകൾ തന്നിരുന്നു. ക്രിമിനൽ അപ്പീലുകൾ ടേക്ക് ഓവർ ചെയ്യും. പിന്നെ MACT കേസുകളും മോട്ടോറൈസേഷൻ. ഇവിടെ നിങ്ങൾക്ക് ജോലിഭാരം കുറവാണെന്ന് കണ്ടിട്ട് ആയിരിക്കാം, എന്താ അറിയില്ല. അപ്പോൾ ഇന്ന് വഖഫ് ട്രൈബ്യൂണലിൽ വഖഫ് കേസുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഞാൻ ക്രിമിനൽ അപ്പീൽ കൈകാര്യം ചെയ്യും. പിന്നെ മോട്ടോർ ആക്ഷൻ ക്ലെയിം കേസുകളുണ്ടായിരുന്നു, MACT കേസുകൾ, പിന്നെ വഖഫ് കേസുകളും. ഇങ്ങനെ 3. ഈ വഖഫ് കേസുകളുമായി ബന്ധപ്പെട്ട പ്രമാദമായ ഏതെങ്കിലും കേസുകളുടെ ഭാഗമായി മാറിയിട്ടുണ്ടോ? അങ്ങനെ സ്ഥാപനങ്ങളോ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല. അതുണ്ട്. വളരെ കണ്ടസ്റ്റഡ് ആയ ചിലൊക്കെ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ വെച്ചാൽ, ഉദാഹരണം പറഞ്ഞപ്പോൾ എൻ്റെ തന്നെ ഞാൻ പണ്ട് പഠിച്ച കോളേജിൻ്റെ പ്രിൻസിപ്പളുടെ ഒരു ഓർഡർ തന്നെ എനിക്ക് സെറ്റ് അസൈഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫറൂഖ് കോളേജ് പഠിച്ച കാലത്ത് അന്ന് KA ജലീൽ അദ്ദേഹമായിരുന്നു ഒക്കെ ബോർഡ് ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ എൻ്റെ മുന്നിൽ ചാലഞ്ച് ചെയ്ത്, വളരെ കണ്ടസ്റ്റഡ് ആയ കേസായിരുന്നു. അപ്പോൾ ഞാനത് വഖഫ് ആണ്, ആ സ്ഥാപനം വഖഫാണ് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തു സ്ഥാപനത്തിൽ. അപ്പോൾ അവരത് വഖഫ് അല്ല എന്നുള്ള നിലക്ക് എൻ്റെ മേലെ വഖഫാണെന്ന് പറഞ്ഞിട്ടാണ് ബോർഡ് ചെയർമാൻ ഓർഡർ എൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അതെൻ്റെ മുന്നിൽ ചാലഞ്ച് ചെയ്ത്, പിന്നെ ഞാൻ വളരെ കൺസിഡർ ചെയ്ത് എല്ലാം വളരെ രണ്ടുപേരും നന്നായി കണ്ടസ്റ്റ് ചെയ്തു, വഖഫ് ബോർഡും ഈ സ്ഥാപനവും. അവസാനം ഞാൻ വഖഫ് അല്ല ഈ ഓർഡർ ഞാൻ സെറ്റ് അസൈഡ് വീണ്ടും നിയമപരമായി ശരിക്കും കൺസിഡർ ചെയ്യാൻ വേണ്ടി. അത് വലിയൊരു കേസായിരുന്നു, വളരെയധികം കണ്ടസ്റ്റ് ചെയ്തു. കുറേ അതുപോലത്തെ കുറേ കേസ്. പിന്നെ ക്രിമിനൽ അപ്പീൽസ്, ക്രിമിനൽ അപ്പീലിൽ തന്നെ എനിക്ക് വളരെ പറയാവുന്നൊരു കേസ്, ഒരു കുട്ടിയെ വടകര മജിസ്ട്രേറ്റിൻ്റെ ഒരു ഓർഡർ, ഒരു അധ്യാപകനെ ശിക്ഷിച്ചു ഒരു കുട്ടിയെ അടിച്ചതിന്. കുട്ടിയെ അടിച്ച് ഒരു കടപ്പുറത്തുള്ള ഒരു സ്കൂളിലെ ഒരു കുട്ടിയാണ് വടകര. അവിടെ വടകരയുള്ള മജിസ്ട്രേറ്റ് അയാളെ ശിക്ഷിച്ചു, അധ്യാപകനെ. അപ്പോൾ അതിൻ്റെ അപ്പീലാണ്. ആ അപ്പീലിൽ വലിയ പ്രഗത്ഭനായ ഒരു വക്കീലാണ് കോഴിക്കോട്ടത്തെ ഈ അധ്യാപകന് വേണ്ടി ഹാജരാകുന്നത് അപ്പീലിൽ. അപ്പോൾ അദ്ദേഹം വളരെ വിദഗ്ധമായി ആർഗ്യ ചെയ്തപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ശരിയാണ്, അധ്യാപകൻ ഒരു കുട്ടിയെ അടിക്കുന്ന ഇത്ര വലിയ കാര്യമുണ്ട്, അത്രയൊക്കെ വളരെ വിദഗ്ധമായിട്ടാണ് ആർഗ്യ ചെയ്തത്. പക്ഷേ കേസൊക്കെ എടുത്തു നോക്കുമ്പോൾ വളരെ ദയനീയമായ കാര്യമാണ് തോന്നിയത് എനിക്ക്. കാരണം ഒരു കുട്ടിയെ ബോർഡിനോട് തല വെച്ച് ഇടിച്ച് വൈകുന്നേരം ചെന്ന് ഛർദ്ദിച്ച്, അപ്പോൾ അടുത്തുള്ള കുട്ടി പറഞ്ഞിട്ടാണ്, പാവങ്ങളാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനത് കൺഫേം ചെയ്തേണ്ടി വന്നു. ആ വിധി കൺഫേം 3 മാസമായിട്ട് കൊടുത്തിരുന്നു, അത് ഞാൻ കൺഫേം ചെയ്ത് വിട്ട്. അത്ര വക്കീൽ ആർഗ്യം നമുക്ക് വളരെ തോന്നും, ജോലി പോവും,
പക്ഷെ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ജോലിയല്ല, എന്ത് പോയാലും വേണ്ടില്ല, അത്ര കാല ക്രൂര. അപ്പം അങ്ങനത്തെ അത് കഴിഞ്ഞിട്ട് ആ വക്കീലിൻ്റെ ജൂനിയറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, സാറ് ഉള്ളിൽ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഷ്ടമാണെന്ന് എൻ്റെ സീനിയർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്കും കുട്ടികളെല്ലാം അല്ലേ, അങ്ങനെയുള്ള ചില ടച്ചിങ് കേസുകളൊക്കെ. സമ്മർദ്ദങ്ങൾ ഈ ജോലിയിൽ എത്രമാത്രം ഉണ്ടാവും? സമ്മർദ്ദങ്ങൾ കുറേയൊക്കെ ഉണ്ടാവും. അല്ലാതെ ചില കേസുകൾ വളരെ എമോഷണലായിട്ട് കേസുകളുണ്ടാവും, വല്ല അങ്ങനെ കുറേ സമ്മർദ്ദങ്ങളുള്ള കേസ്. എന്നാലും നമ്മൾ ആ സമ്മർദ്ദങ്ങളൊക്കെ മറികടക്കും. അതിജീവിക്കാൻ ഈ ജഡ്ജസിന് വല്ല പ്രത്യേക ട്രെയിനിങ്ങോ കോച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും സർക്കാർ തലത്തിലൊന്നും സ്വയം അതിജീവിക്കുക. കുറേ ആൾക്കാരെ ഞാൻ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്, കുറേ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പം ചില കേസുകളൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള നമുക്ക് ഇങ്ങനെ ആലോചിച്ച് കുറേയൊക്കെ തല പുണ്ണാക്കും. പിന്നെ കുറേ ഇങ്ങനെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്കാവുന്നൊരു പ്രശ്നമായി മാറും. അങ്ങനെ ജീവപര്യന്തം കേസ് ശിക്ഷ വിധിച്ച ആളുകളെ പിന്നീട് കണ്ടുമുട്ടേണ്ടി വരികയുണ്ട്. ഞാൻ ഒരു ദിവസം ഞാൻ തലശ്ശേരി ഫസ്റ്റ് എഡീഷൻ ഡിസ്ട്രിക്ട് ജഡ്ജി ആകുമ്പോൾ നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിൽ വിസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെ നമ്മളെ സ്റ്റാഫ് ഉണ്ടാവും, ഒരു പോലീസുകാരനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ അറകളിലൊക്കെ പോയി നമ്മുടെ കൂടെ ജയിൽ സൂപ്രണ്ട് എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തർ അനുഭവങ്ങളൊക്കെ പറയും. പിന്നെ വൈകുന്നേരം അവരെ വെറുതെ വിടും, ഇങ്ങനെ നടക്കാൻ വിടും. പ്രതികൾക്ക് അവിടെ മാനസിക പരിഗണന കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ് നമ്മൾ പോണത്. അപ്പോൾ ഓരോരുത്തരെ കംപ്ലൈൻറ്റ് നമ്മളോട് പറയും, പലതും പല. ഒരാൾ ഒരു ബ്രദറെ കുത്തിക്കൊന്ന കേസാണ് ഒരുത്തൻ, അവൻ്റെ കഥ പറയാം. അപ്പോൾ അവൻ പറയുന്നത് എന്താ വെച്ചാൽ അവൻ കുത്തിക്കൊല്ലാനുള്ള കാരണം പറഞ്ഞു വെച്ചാൽ അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു തരം ഒരു ഇതിന് പോകത്തില്ല, ഒരു ജാറത്തിലൊരു ഇതുണ്ടല്ലോ, ഉറൂസ് എന്തോ ഉണ്ട്. എല്ലാവരും അതിന് പോയപ്പോൾ ഇവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞത്ര ഒരിക്കലും പോയരുത്. പക്ഷെ ആ ഭാര്യൻ്റെയും അത് പോയി. അങ്ങനെ നടക്കുമ്പോൾ അവൻ്റെ ബ്രദർ അറിയാതെ ആ നേരത്ത് വന്ന് ഇവൻ്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇയാളെ കൊല്ലുന്നത്. ആ അവസ്ഥയിലാണ്. അപ്പം അങ്ങനെയുള്ള കഥകൾ. പിന്നെ ഇവരിങ്ങനെ നടക്കുന്നുണ്ട് വൈകുന്നേരം, ഇവരങ്ങനെ വിട്ടു. അപ്പോൾ പുറത്തൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് ഈ ജയിൽ പുള്ളികൾ. അപ്പോൾ ചിലർ ഒരാൾ വന്നിട്ട് തോളിൽ തട്ടി, സാർ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ജോണാണ് സാർ. അപ്പോൾ ജോണിനെ ഞാൻ ഇങ്ങോട്ട് വിട്ടതാണ്, കൊലപാതകം ശിക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടതാണ് ജീവനം. അങ്ങനെ വേറെ വന്നിട്ട് ഒരു വേലായുധൻ എന്തോരും, അവർക്കൊക്കെ നമ്മൾ വലിയ ബഹുമാനം സ്നേഹം. അപ്പോൾ എനിക്ക് സംതൃപ്തിയായി, ഞാൻ അവരെ ഇങ്ങോട്ട് വിട്ടത് അവർക്ക് തന്നെ അറിയാം, അവർക്ക് മനസ്സിലായി ശിക്ഷയുടെ ഒരു പ്രധാന ഘടകം അവരെ തെറ്റ് മനസ്സിലാക്കിപ്പിക്കാന്നല്ലേ. അവർ കുറ്റം ചെയ്തില്ലേ, അവർക്ക് ആ ഒരു സ്നേഹം നമ്മളോടുണ്ടാവില്ല. അവരൊരു പക്ഷേ വിചാരിക്കും എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ലല്ലോ എന്നതായിരിക്കും. പക്ഷെ അത് ഞാനൊരിക്കലും ചെയ്തില്ല, ആരും ഇതുവരെ അങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടില്ല. അങ്ങനത്തെ അത്തരം പ്രമാദമായ കേസുകൾ കേസ് വേണമെങ്കിൽ ചെയ്യാവുന്നതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അയാളുടെ പേര് ഞാൻ മറന്നു. ആ ഒരു കേസ് ഒരു ഭാര്യ പിതാവ് മരുവനെ കൊന്നതാണ്, വളരെ വെട്ടി കൊന്നതാണ്. അതിലൊക്കെ വേണമെങ്കിൽ, പക്ഷേ എങ്കിലും നമ്മൾ ചിന്തിക്കും എന്തെങ്കിലും ഒരു ദൂര സാധ്യത വല്ലതും ഉണ്ടെങ്കിലോ, ഒരാളെ ജീവനല്ലേ, എത്ര തന്നെ എന്ത് തന്നെ നമ്മൾ ക്രിമിനൽ നിയമം പറയുന്നത് തന്നെ വളരെ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യണം. വെറുതെ പ്രൂവ് ചെയ്താൽ പോരാ, റീസണബിൾ ഡൗട്ട്, സാധാരണ ഡൗട്ടല്ല, റീസണബിൾ ഡൗട്ടിന് അപ്പുറം പ്രൂവ് ചെയ്യണം പ്രോസിക്യൂഷൻ, എന്നാലേ ശിക്ഷിക്കാൻ പാടുള്ളൂ. അവിടെയാണ് ഈ അപൂർവങ്ങളിൽ അത് കൊലപാതകം നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ അപൂർവങ്ങളിൽ റയറസ്റ്റ് ഓഫ് ദി റയർ കാറ്റഗറി തന്നെ എന്നാലേ ഇത് കൊലപാതകത്തിന് നമ്മൾ ഇത് ഹാങ്ങിങ് കൊടുക്കാൻ പറ്റും. മറ്റേത് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്തിട്ട് അപ്പം നമുക്ക് കൊടുക്കാവുന്നത് ജീവായിരുന്തം, ലൈഫ് ഇംപ്രസൺമെന്റ്. അങ്ങനെ ഞാൻ ചിലർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരിൽപ്പെട്ട ചിലരാണ് എന്നെ വന്നിട്ട് വിളിച്ച് അതല്ലാത്തൊരു രസമുള്ള അനുഭവമായിരുന്നു. ഒരു ചോദ്യം കൂടി, തിരക്കേറിയ ഒരു ജഡ്ജ് ജീവിത കാലഘട്ടത്തിലാണെങ്കിൽ സർവീസിലാകുമ്പോഴും മതപരമായ ചിട്ടകളൊക്കെ പാലിച്ചു പോരുന്ന ഒരാളായിട്ടാണ് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പാലിച്ചു പോരുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ അതൊരു റൊട്ടീനായി അങ്ങനെ ഒരു സിസ്റ്റം ആക്കി കൊണ്ടുവന്നത് കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു? ബുദ്ധിമുട്ട് നമ്മുടെ
മതപരമായ ചിട്ടയിൽ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകും, ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ മറികടക്കുക തന്നെ, ഓവർകം വിചാരിച്ചാൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. തീർച്ചയായിട്ടും പറ്റും. അപ്പം നമുക്ക് കുറച്ചൊക്കെ പലതും പറയും ചിലപ്പോൾ നമ്മൾ വല്ല നിലപാടെടുക്കുമ്പോഴൊക്കെ അതിനൊക്കെ മറികടന്നുണ്ടാവും. അതെല്ലാ ഫീൽഡും അതിനെ മറികടന്നുകൊണ്ട് സത്യസന്ധമായി നിഷ്പക്ഷമാണ് റെസ്പെക്ട് എവിടെയും കിട്ടും. അത് ആരിൽ നിന്നും കിട്ടും. തീർച്ചയായും അവിടെ ഒരു വിവേചനം ഉണ്ടാവില്ല. തീർച്ചയായും. പക്ഷെ അതിൽ ആ സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അത് നമ്മളെ ആരും എടുപ്പിക്കൂല, നമ്മൾ എടുക്കണം. തീർച്ചയായും. പീസ് റേഡിയോയുടെ കൂടിക്കാഴ്ച പരിപാടിയിൽ ഇതുവരെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് റിട്ടയർഡ് ജഡ്ജ് അലി മുഹമ്മദ് തയ്യൽ സാറാണ്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജീവിതത്തിന് ശേഷം ജഡ്ജായി സേവനം ചെയ്ത കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. അവസാനം സൂചിപ്പിച്ചതുപോലെ ഏത് തലത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലും അവിടെ മതപരമായ നമ്മളുടെ ഒരു കോഡ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് നമ്മളുടെ ഒരു വൈവിധ്യങ്ങളാർന്ന സംവിധാനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും യാതൊരു പ്രയാസവും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ നമ്മളതിന് കേപ്പബിൾ ആവുകയും നമ്മളതിന് ഏറ്റവും വിശുദ്ധമായ രീതിയിൽ നമ്മളതിനെ ഒരു റെസ്പെക്റ്റോടുകൂടി സമീപിക്കുകയും ചെയ്യുന്ന ആളുകളായാൽ മതി എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത്. നന്ദി സർ. ഈ എപ്പിസോഡിൽ പങ്കെടുത്തതിന് പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.